ഇമോഷണൽ ഉണ്ട് എല്ലാ സെക്കൻഡ് ഹാഫാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലതാണ്. സ്ക്രിപ്റ്റൊക്കെ നല്ല ആക്ടിങ് അടിപൊളി നന്നായിട്ട് നല്ല അതേപോലെ തന്നെ എല്ലാവരുടെ ക്യാരക്ടർ ഒന്നിനൊന്നും പിടിച്ചു വരുന്ന അടിപൊളിയായിരുന്നു. അപ്പോൾ മൂവി എല്ലാവരും കാണുക. അടിപൊളിയായിരുന്നു. എല്ലാവരുടെയും പെർഫോമൻസ് അടിപൊളിയായിരുന്നു. കുറേ ചിരിക്കാനുണ്ടായിരുന്നു മൂവി. ഒന്നുമില്ല, ഫുൾ ടൈം നമുക്ക് ഒരു ലാഗെന്ന് ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയില്ല. അടിപൊളി ഡയറക്ഷൻ, സ്ക്രിപ്റ്റ്, അതുപോലെ തന്നെ എൻ്റെ കോമഡികൾ. പഴയ ഒരു കോമഡി സിനിമ 2025 കൊണ്ടുവരാൻ സാധിച്ചത് ഞാൻ ഈ ഡയറക്ടറെ അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്ററെ ഞാൻ നമിക്കുകയാണ്. കാരണം ഒരുപാട് വലിയ വലിയ സിനിമകൾ വന്നിട്ടുണ്ട്, പക്ഷെ നമുക്ക് എന്റർടൈൻ ചെയ്യാനുള്ള സിനിമകൾ വരുന്നില്ല എന്നുള്ളതാണ്. ഈ സമയത്ത് ഈ സിനിമ വന്ന് ഒരു സൂപ്പർ ഹിറ്റ് സിനിമയായിട്ട് ഇത് മാറുമെന്നുള്ള ഒരു സംശയം ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഡയറക്ഷനൊക്കെ അടിപൊളിയാണ്. ഓരോ ഫ്രെയിം, BGM ആണെങ്കിലും പാട്ടാണെങ്കിലും അമ്പാന്റെ അഭിനയം, അതുപോലെ ഇതിനകത്ത് അനശ്വരരാജന്റെ അഭിനയം, അതുപോലെ അമ്പാന്റെ അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്, അതുപോലെ അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ട് അഭിനയിച്ചിരിക്കുന്ന എല്ലാം ഇതിലെ ഓരോ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റിനെ എടുത്തു പറയേണ്ടതുണ്ട്. വളരെ മനോഹരമായ നല്ല സൂപ്പർ സിനിമയാണ്. ഒരു ലാഗുമില്ലാതെ നമ്മൾ വാലന്റൈൻസ് ഡേയിൽ ഇറക്കിയ ഈ സിനിമ കിട്ടിലാണ്. കാരണം ശരിക്കും അമ്പാൻ ഒരു വാണോന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്ര പെർഫോമറാണ് അമ്പാൻ മലയാള സിനിമയുടെ ഒരു വാഗ്ദാനമായിട്ട് മാറിയെന്നുള്ള ഒരു സംശയം ചെയ്യേണ്ട. ഈ സിനിമ നിങ്ങൾ ഫുൾ ടൈം ഫാമിലി ആയിട്ട് ഒരു നെഗറ്റീവായിട്ടുള്ള ഓരോ എലമെന്റ്സിനകത്തില്ല. നമ്മൾ പല സിനിമകളുണ്ട് കോമഡി മിക്സ് ചെയ്യാൻ വേണ്ടി പലതും കാണിച്ച് കോപ്രായങ്ങൾ കാണിച്ച് കൊണ്ടുപോകുന്ന സിനിമകളുണ്ട്. പക്ഷേ ഇതുള്ള ഒരു ഫിലിമാണ്. ഒരുപാട് നാളിന് ശേഷം തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു ഫിലിമാണ്. അത് അമ്പാനായാലും അതുപോലെ തന്നെ ശ്രീബാബുവിന്റെ ഒരു ട്രീറ്റ്മെന്റ്, ജിത്തു മാധവിന്റെ ഒരു കഥയുടെ ഒരു പിൻബലം, ഇതെല്ലാം വളരെ മനോഹരമായി ഒരുപാട് നാളുകൾക്ക് ശേഷം ഏറ്റവും നല്ല ഒരു പടമാണ്. കുടുംബ ഫാമിലി വളരെ കാലത്തിന് ശേഷം ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടപ്പെടുവോ? ആ ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലോണം. ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടുവോ? എല്ലാവർക്കും വന്ന് കാണാൻ പറ്റുമോ? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലോണം. ഫാമിലിക്ക് ഇഷ്ടപ്പെടുവോ? എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറാ. എങ്ങനെയുണ്ട് സജിന? എങ്ങനെയുണ്ട്? കേട്ടല്ല സജിന ചേച്ചി എങ്ങനെയുണ്ട്? സജിനൊക്കെ കൊള്ളാം. ആ ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടുവോ? അനുശ്വര എങ്ങനെയുണ്ടായിരുന്നു? പ്രേക്ഷകരായിട്ട് ഇരുന്ന് കണ്ടതിന്റെ കിട്ടുന്നുണ്ട്. അത് നന്നായി ചെയ്യാൻ കഴിഞ്ഞുള്ളൊരു സന്തോഷമാണ് എൻ്റെ ക്രൂവിനോടും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രേക്ഷകർക്കും എല്ലാവർക്കും നന്ദി പറയുന്നു. ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു ചിത്രം തന്നെയായിരുന്നു. ഒരുപാട് ചിരിപ്പിച്ചോ? അതുകൊണ്ട് ഈ സിനിമയിലുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു സ്ക്രീൻ കണ്ടപ്പോൾ? കൊള്ളാമല്ലേ? പടം കാണാൻ വരുന്നവരോട് എന്താ പറയണ്ടേ? പടം കാണാൻ വരുന്നവരോട് എന്താ പറയണ്ടേ? ഞങ്ങള് നല്ല എന്റർടൈൻമെന്റ് മൂവിയാണ്. ഫാമിലിയൊക്കെ ആയിട്ട് കാണാൻ പറ്റി. നിങ്ങളെല്ലാവരും കാണണം. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ട്രെയിലറിലൊക്കെ കണ്ട പോലെ തന്നെയാണ്. ഒരുപാട് ചിരിക്കാനുണ്ട്. കണ്ടു കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു അവര് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? നല്ലായിരുന്നു. നല്ല റിസൾട്ടായിരുന്നു. സിനിമയൊക്കെ ആയിട്ട് കണ്ടു. താരങ്ങളുണ്ടാകുന്നത് ഇതുപോലുള്ള അഭിനേതാക്കൾ പെർഫോം ചെയ്ത് വരുമ്പോഴാണ്. ബുദ്ധിയുള്ള ഫിലിം മേക്കേഴ്സാണ് താരങ്ങൾ ഉണ്ടാക്കുന്നത്. ഞാനല്ല താരം, സജിഗോപ താരം. ബിഗ് സ്ക്രീനിലേക്ക് വന്നപ്പോഴേക്കും എങ്ങനെയുണ്ട്? ഒരു വെബ് സീരീസ് ഇറക്കുന്നതിലൂടെ നോക്കി കാണുന്നു. സമയത്ത്
ഇപ്പം അങ്ങനത്തെ ഒരു ഭാവന അങ്ങനത്തെ ഒരു ക്രൂവിൻ്റെ കൂടെ ആയിരുന്നു. അത് നേരത്തെ ആഗ്രഹിച്ചിരുന്നു, നല്ലൊരു ടീമായിട്ട് വേണം തന്നെ ഒരു എൻട്രി വേണമെന്ന്. ഇതിലെ പടം വല്ലതും